എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. കനകക്കുന്നിൽ മന്ത്രി വി ശിവൻകുട്ടി മേള ഉദ്ഘാടനം ചെയ്തു. പൊതുജനങ്ങളെ ആകർഷിക്കാൻ 250 സ്റ്റാളുകളാണ് കനകക്കുന്നിൽ ഒരുക്കിയിട്ടുള്ളത്. നാലാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളും വിവിധ പദ്ധതികളും അവതരിപ്പിക്കുകയാണ് കനകക്കുന്നിൽ. സർക്കാരിന്റെ ജനകീയത വ്യക്തമാക്കുന്ന കാഴ്ചകളാണ് ചുറ്റിലും. എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. മെയ് മാസം 17 മുതൽ 23 വരെ സംഘടിപ്പിക്കുന്ന ഈ പ്രദർശനം പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ജനതയ്ക്കുള്ള സമ്മാനം കൂടിയാണ്. കഴിഞ്ഞ 9 വർഷമായി LDF സർക്കാർ സമഗ്ര വികസന ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട്. കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെയും സമ്പദ് വ്യവസ്ഥയെയും പരിവർത്തനം ചെയ്യുക മാത്രമല്ല, ഓരോ കേരളീയൻ്റെയും ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്ത ഒരു യാത്രയാണ് ഇത്. മന്ത്രി GRNന്റെ അധ്യക്ഷതയിലാണ് നിശാഗന്ധി ഓഡിറ്റോറിയത്തിലെ ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത്. കേരളത്തിന് അസാധ്യമായിരുന്നു എന്ന് പറഞ്ഞിരുന്ന പല പദ്ധതികൾ, കഴിഞ്ഞ ഗവൺമെൻറ്റുകൾ ഉപേക്ഷിക്കപ്പെട്ട പല പദ്ധതികൾ ഈ 9 വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാക്കാനും പുതുതായി നിരവധി പ്രധാന പദ്ധതികൾ ആരംഭിക്കാനും കഴിഞ്ഞ ഒരു കാലഘട്ടമാണ്. നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങളാണ് ഈ 9 വർഷം കേരളത്തിൽ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത്. രാജ്യത്തിന് തന്നെ മാതൃകയാക്കാൻ കഴിയുന്ന പല പദ്ധതികൾ, ഓരോ വകുപ്പുകളും മികവാർന്ന നിരവധി പദ്ധതികളിലൂടെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനമാകുന്ന തരത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയും. വാർഷികാഘോഷ പരിപാടികൾ സമാപിക്കുന്ന 23 വരെയാണ് പ്രദർശന വിപണന മേളയിൽ നടക്കുക. ആകെ 250 സ്റ്റാളുകളാണുള്ളത്. ഇതിൽ 161 സർവീസ് സ്റ്റാളുകളും 89 കൊമേഴ്ഷ്യൽ സ്റ്റാളുകളുമാണ്. വ്യത്യസ്തവും ആകർഷകവുമായ കാഴ്ചകളാണ് സ്റ്റാളുകളിൽ. നൂതന സാങ്കേതിക വിദ്യകൾ സമൂഹത്തിലേക്ക് കുറച്ചും കൂടി എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇത്തവണത്തെ സ്റ്റോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ പ്രൈമറിലി ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഐറിസ് എന്ന് പറയുന്ന ഒരു റോബോട്ടാണ്. AI-യുടെ ഹെൽപ്പോടുകൂടി മേക്കർ ലാബ്സ് എന്ന് പറയുന്ന ടീം അവർ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ടീച്ചിങ് അസിസ്റ്റന്റ് ആണ്. വാട്ട് ഈസ് യുവർ നെയിം? I'm Iris, your AI teacher at Maker Labs School. What's your question about general subjects? Can you tell me 10 factorial? 10 factorial 10 is the product of all positive integers from 1 to 10. It equals 3,628,800. ജയിലിനുള്ളിലെ കാഴ്ചകൾ കാണാനും മനസ്സിലാക്കാനുമുള്ള സെൻട്രൽ ജയിൽ പവലിയനും ശ്രദ്ധേയമാണ്. ഉദ്ഘാടന ദിവസം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകളുടെ വേറിട്ട നാടക അവതരണവും സംഘടിപ്പിച്ചു. നമ്മൾ ജയിലിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പൊതുവായി ജനങ്ങൾക്ക് ഒരു അറിവ് നൽകുക എന്നാണ് ഇതുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ തുടക്കം മുതൽ തന്നെ നമ്മുടെ ജയിലിലെ വീഡിയോ കോൺഫറൻസിങ് ഹാള്, അതുപോലെ ഇൻ്റർവ്യൂ, പുതിയതും ആധുനികവും പഴയതുമായിട്ടുള്ള ഇൻ്റർവ്യൂ റൂമുകൾ, പിന്നെ സിംഗിൾ സെൽ റൂമുകൾ, പിന്നെ തടവുകാർ പാർപ്പിച്ചിരിക്കുന്ന വലിയ ബ്ലോക്കുകൾ, പിന്നെ നമ്മുടെ AKG പാർപ്പിച്ചിരുന്ന ഒരു സെല്ല്, അതുപോലെ ഇത്തവണ നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ബഷീറിൻ്റെ സിനിമയിൽ കാണിക്കുന്ന മമ്മൂട്ടിയെയാണ് നമ്മൾ കാണുന്നത്. മതിലുകൾ എന്ന സിനിമയിലൂടെ മമ്മൂട്ടിയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ പ്രേക്ഷകരാരും കാണാത്ത നാരായണിയെ നമ്മളിവിടെ ദൃശ്യാവിഷ്കാരത്തിലൂടെ പൊതുജനങ്ങളെ കാണിക്കുകയാണ്. ജയിലിനകത്ത് വസിക്കുന്ന നാരായണിയെ നമുക്ക് ഇവിടെ വളരെ 14 മിനിറ്റുള്ള ഒരു നാടക രൂപേണ നമ്മളിവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് എത്ര സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞത്. സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ ദൈവം എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു. ദൈവം ആരുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടുകയില്ല. ദൈവം നമ്മുടെ അടുത്തുണ്ട്. പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളുടെയും വെളിച്ചം, ചൈതന്യം. നാരായണി, പ്രത്യക്ഷപ്പെടാനുള്ളത് ഞാനല്ലേ? വിളിച്ചിട്ടെന്താ പിന്നെ ഇത്രയും നേരം വിളിയേക്കാഞ്ഞത്? ഞാൻ ചുംബിക്കുകയായിരുന്നു. മതിലില്ല അല്ല. സർക്കാരിന്റെ കീഴിലുള്ള വിവിധ വകുപ്പുകൾ സംഘടിപ്പിക്കുന്ന വ്യത്യസ്തമായ പ്രദർശന സ്റ്റാളുകൾ, വിപണന സ്റ്റാളുകൾ, ഭക്ഷ്യമേള, പ്രശസ്ത കലാകാരന്മാർ നയിക്കുന്ന കലാവിരുന്ന് എന്നിവ മേളയുടെ പ്രധാന ആകർഷണമാണ്. പ്രവേശനം പൂർണ്ണമായും സൗജന്യമായിരിക്കും. രാവിലെ 10 മുതൽ രാത്രി 9 വരെയാണ് പ്രദർശന സമയം. 7 ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന മേളയിൽ 75,000-ലധികം ചതുരശ്ര അടിയിൽ പവലിയൻ ക്രമീകരിച്ചിരിക്കുന്നു. ഇതിൽ 50,000 ചതുരശ്ര അടി പൂർണ്ണമായും ശീതീകരിച്ച പവലിയനാണ്. പുതിയ ആധാർ കാർഡിനുള്ള അപേക്ഷ, ആധാർ കാർഡിലെ പേര്,
മൊബൈൽ നമ്പർ എന്നിവ തിരുത്തൽ, കുട്ടികൾക്കുള്ള ആധാർ രജിസ്ട്രേഷൻ, റേഷൻ കാർഡ് സംബന്ധമായ സേവനങ്ങൾ, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് ചേർക്കൽ, പുതുക്കൽ, ആരോഗ്യമേഖലയിലെ വിവിധ സേവനങ്ങൾ തുടങ്ങിയവ മേളയുടെ ഭാഗമായി ലഭ്യമാണ്. 24 തിരുവനന്തപുരം.